എൻ്റെ നാട് തിരൂർ. അന്ന് കുഗ്രാമവും ഇന്ന് തൃശൂർ നഗര സബർബൻ എന്ന് വിളിക്കാവുന്ന നഗരപ്രാന്തവുമായ തിരൂർ. പൊതുവെ അന്തർമുഖനും സ്വയം അത്ര വലിയ മതിപ്പില്ലാത്തവനുമായ എന്നെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണമാണ് 2 ക്ലബ്ബുകൾ. ദിവസത്തെ ഏറെ കൂറും അപഹരിക്കുന്ന പഠനം, ജോലി മുതലായവ കഴിഞ്ഞാൽ എല്ലാവരും ഭാരമിറക്കി റിലാക്സ് ആവുന്ന ഇടങ്ങളായിരുന്നു ക്ലബ്ബുകൾ. അവിടങ്ങളിൽ ഒത്തുകൂടിയവർക്ക് അവരുടെ രാഷ്ട്രീയം, ജാതി, മതം ഒന്നും പ്രശ്നമായിരുന്നില്ല. ഞങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ പ്രധാന വികാരമായിരുന്നു YBC ക്ലബ്, യങ് ബ്രദേഴ്സ് ക്ലബ്, എൻ്റെ സ്വന്തം ലോക്കൽ ക്ലബ്. അന്തർമുഖനും ഒന്നിലും ഇടപെടാത്തവനും വരുന്നിടത്തേച്ച് കാണാം എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവനുമായ എൻ്റെ സഭാകമ്പങ്ങൾ പതിയെ പതിയെ ഒഴിഞ്ഞുമാറി തുടങ്ങിയത് ഇവിടെ നിന്നാണ്. തലയോർത്തി നടക്കാൻ തുടങ്ങി. ലോകത്തോട് സംവദിക്കാൻ ആരംഭിച്ചു. സങ്കോചിച്ച തോടുകൾ വിടർന്നു. നിറഞ്ഞ സദസ്സുകൾ, ഓണാഘോഷങ്ങൾ, വാർഷികാഘോഷങ്ങൾ, ചെറിയ ചെറിയ പരിപാടിയിൽ തുടങ്ങി എൻ്റെ മാജിക് ഷോ മുതൽ നാടകരചന വരെ എത്തിയ കാര്യങ്ങൾ. മഹാഭാരതത്തിലെ സന്ദർഭത്തിനെ അടിസ്ഥാനമാക്കി ഞാനൊരു നാടകം രചിച്ചു. ധർമ്മം മാത്രം പരിപാലിച്ച് ജീവിച്ച യുധിഷ്ഠിരൻ്റെ സ്വർഗയാത്ര. എൻ്റെ നാടകത്തിൽ യുധിഷ്ഠിരൻ ഞാൻ തന്നെയായിരുന്നു. തുടർന്ന് നാടകവുമായി ഞങ്ങൾ ഊരു ചുറ്റി. എല്ലാ നാടക മത്സരങ്ങളിലും പങ്കെടുത്തു. കലാമേളകളിലൊക്കെ സമ്മാനമടിച്ചു വന്നു. ഈ പ്രവർത്തനമൊക്കെ എന്നിലുണ്ടാക്കിയ പരിണാമം കുറച്ചൊന്നുമല്ല. വ്യക്തി എന്ന നിലയിൽ നിന്ന് സമൂഹം എന്ന നിലയിലേക്ക് ഞങ്ങളുടെ തലമുറ വളർന്നത് ഇതുപോലുള്ള ക്ലബ്ബ്, വായനശാലകളിലൂടെയാണ്. യങ് ബ്രദേഴ്സ് എൻ്റെ തൊട്ടടുത്തുള്ള കൂട്ടായ്മയായിരുന്നെങ്കിൽ TCC എന്ന തിരൂർ ക്രിക്കറ്റ് ക്ലബ് കുറച്ചുകൂടി വിശാലമായതായിരുന്നു. യങ് ബ്രദേഴ്സ് ഞങ്ങളുടെ ഏരിയയിലായിരുന്നെങ്കിൽ TCC തിരൂർ ഏരിയയിലെ എല്ലാവരുടെയും സങ്കേതമായിരുന്നു. ഈ കാലയളവിൽ മറ്റൊരു പ്രധാന കാര്യം സംഭവിക്കുന്നുണ്ടായിരുന്നു. സിനിമ. PDഗ്രി കാലത്തെ എല്ലാ സിനിമയും കാണുക എന്ന പ്രക്രിയ എൻ്റെ രക്തത്തെ സിനിമാക്കാരനാക്കിയിരുന്നു. ചേതന സ്റ്റുഡിയോ എന്ന സ്ഥാപനം, അതിൻ്റെ ജീവനാടി ബെനറ്റിക് അച്ഛൻ. അദ്ദേഹം ബുധനാഴ്ച ദിവസങ്ങളിൽ ഫ്രീ ആയി ലോക ക്ലാസിക് പടങ്ങൾ സ്ക്രീനിംഗ് നടത്തുന്നതായി സംവിധായകൻ ഭരതൻ്റെ മരുമകൻ ശിവരാമേട്ടൻ എന്ന് അറിഞ്ഞു. ആദ്യമായി ഞാൻ കണ്ടത് ബൈസിക്കിൾ തീവ്സ്. പിന്നീട് അങ്ങോട്ട് ബുധനാഴ്ച എൻ്റെ പ്രിയപ്പെട്ട ദിവസങ്ങളായി. ബഗ്മാൻ, പസോളിനി, കുറസോവ എന്നിവർ സ്വന്തം ആൾക്കാരായി. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഇറാൻ സംവിധായകൻ മജീദ് മജീദി എൻ്റെ ഗുരുവായി. എലിപ്പത്തായം കണ്ടതോടെ അടൂർ ഗോപാലകൃഷ്ണനും. അപ്പോഴാണ് IFFKയുടെ വരവ്. IFFKക്ക് പോകൽ പിന്നീട് തീർത്ഥയാത്ര പോലെയായി. എഴുതണം, സിനിമ ചെയ്യണം എന്ന ചിന്ത ഉള്ളിൽ നുരഞ്ഞു പൊന്തി. ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് കാണുന്ന ചില സിനിമകളുണ്ട്. ഇന്റർസ്റ്റെല്ലാർ, ഇരുവർ, ഡോക്ടർ സ്ട്രേഞ്ച്. എല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്ന് തോന്നുമ്പോൾ അപ്രതീക്ഷിതമാണ് ജീവിതത്തിൻ്റെ വഴികൾ എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ പ്രകൃതിക്ക് തോന്നുക. അച്ഛൻ്റെ വിയോഗത്തെ തുടർന്നുണ്ടായ ജീവിതമാറ്റം ഒരുപാട് പകപ്പ് സൃഷ്ടിച്ചെങ്കിലും പതുക്കെ പതുക്കെ അതിൽ നിന്ന് കരകയറി തുടങ്ങി. വിധിയുടെ അടുത്ത പ്രഹരം, എൻ്റെ അനുജൻ്റെ മരണം. എന്നെപ്പോലെ അല്ലായിരുന്നു അവൻ. കൂട്ടുകാർക്കൊപ്പം എനർജറ്റിക്കായി എന്തിനും ഏതിനും തയ്യാറാണെന്ന് പറഞ്ഞ് ഓടി നടക്കുന്നവൻ. അവൻ പൊടുങ്ങനെ ഇല്ലാതായി. താങ്ങാനാവാത്ത വേദന. അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ലോകത്തോട് തന്നെ വെറുപ്പായി. ഒരു പ്രഖ്യാപിത വിശ്വാസി ഒന്നുമല്ലായിരുന്നെങ്കിലും അച്ഛൻ്റെ അസുഖകാലങ്ങളിലൊക്കെ ആരും അറിയാതെ ഈശ്വരനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളാത്ത ദൈവത്തോട് എനിക്ക് അനിഷ്ടവും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ നിന്ന നിൽപ്പിൽ അനിയനും. പ്രപഞ്ചത്തോട് തന്നെ വെറുപ്പായി. ഇങ്ങനെ ദുഃഖം നൽകാനാണെങ്കിൽ എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നത്? ഞാൻ ഈശ്വരനോട് കലഹിച്ചു. ഈ അവസരത്തിലാണ് അനുജൻ്റെ പ്രിയ സുഹൃത്ത് ഒരു കാര്യം പറയുന്നത്. നമുക്കവൻ്റെ ജാതകമൊന്ന് നോക്കിച്ചാലോ എന്ന്. എന്തിനെ? മരിച്ചുപോയ അനിയൻ്റെ ജാതകം നോക്കിയിട്ടെന്ത്? ഞാൻ അവനോട് ക്ഷുഭിതനായി. എന്നാൽ സ്നേഹത്തിൻ്റെ അധികാരത്തിൽ അവൻ എന്നെയും കൊണ്ടിറങ്ങി. തൃശ്ശൂരിലെ കേവനായ ജ്യോതിഷി. ജാതകം വാങ്ങി കവടി നിരത്തി ധ്യാനിച്ചു. നിഷേധിയായി എനിക്ക് മുഖത്തൊരവജ്ഞത മാത്രം. ഒരു പിടി കവടി നെഞ്ചിൽ ചേർത്ത് കണ്ണടച്ച് ശ്ലോകം ചൊല്ലിയിരുന്ന ജ്യോതിഷിയുടെ മുഖത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി. സ്പഷ്ടതയോടെ ശ്ലോകം ചൊല്ലിയിരുന്ന അദ്ദേഹം ചുണ്ടനക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നീട് കണ്ണു തുറന്ന് കവടി പീഠത്തിലേക്കിട്ടു.
ജാതകം കയ്യിലെടുത്ത് പരിഭ്രമത്തോടെ, ഈ ജാതകത്തിന്റെ ഉടമസ്ഥൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഒന്ന് ഞെട്ടിയെങ്കിലും ഞാൻ പിന്നല്ലാതെ എന്ന് പറഞ്ഞു. ജോത്സ്യൻ, എങ്കിലീ കുട്ടിയെ സൂക്ഷിക്കുക, യമദേവൻ വട്ടമിട്ട് പറക്കുകയാണ്. അപ്പോഴേക്കും സുഹൃത്തു പറഞ്ഞു, അങ്ങ് ക്ഷമിക്കണം, ഇവൻ 3 ആഴ്ച മുമ്പ് മരിച്ചുപോയി. സമയദോഷം കൊണ്ടാണോ എന്നറിയണമായിരുന്നു. അവന്റെ ജ്യേഷ്ഠനാണ് ഈ ഇരിക്കുന്നത്. എന്നെ കൂർപ്പിച്ചു നോക്കിയ ജ്യോതിഷി, പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല. കുറച്ചു മുന്നേ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രതിവിധി ചെയ്യാമായിരുന്നു. മൃത്യുഞ്ജയ ഹോമത്താൽ കാലനൊരു തടയിടാമായിരുന്നില്ലേ? തലവിധി മാറില്ല. എങ്കിലും നമ്മൾ ശ്രമിച്ചു എന്നെങ്കിലും കരുതാമായിരുന്നു. സത്യവാന്റെ ജീവൻ കാലന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ സാവിത്രിയുടെ അനുഭവം അറിയാമല്ലോ. എന്നിൽ വലിയ വഴിത്തിരിവ് സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. എന്നിൽ രൂപപ്പെട്ട യുക്തിവാദിയുടെ യുക്തിയെ അടക്കിയ യുക്തിയായിരുന്നു അത്. അമ്മയ്ക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. ഇനി അച്ഛൻ സ്വപ്നം കണ്ടിരുന്ന ആ ഞാനാവണം. അമ്മ ഇനി കരയരുത്, അമ്മയ്ക്ക് താങ്ങായി നിൽക്കണമെന്നതും അമ്മയെ ഇനി സങ്കടപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയും എന്നിൽ വളരെ മാറ്റങ്ങളുണ്ടാക്കി. നെഗറ്റീവായി പൊതുവെ ഉണ്ടായിരുന്ന ഞാൻ പോസിറ്റീവ് എനർജി സോഴ്സായത് മനസ്സിലാക്കിയ ബന്ധുക്കളും കൂട്ടുകാരും എന്തൊരു നാട്ടുകാർക്കും ഇതിൻ്റെ പരിണിതഫലമായി എന്നെ വിവാഹം കഴിപ്പിക്കണം എന്ന ചിന്തയിലെത്തിച്ചു. ഗവൺമെൻറ് ജോലി, അത്യാവശ്യം പറമ്പ്, കൃഷി കാര്യങ്ങൾ, നാട്ടിലൊക്കെ ചീത്തപ്പേരില്ലാത്തവൻ, പ്രത്യേകിച്ച് കുറവുകളൊന്നുമില്ലാത്ത കല്യാണ കാൻഡിഡേറ്റായ എനിക്ക് കല്യാണാലോചനകൾ തകൃതിയായി നടന്നു. കല്യാണ മാർക്കറ്റിലെ പ്രധാന ഘടകമായ വീട് ആധുനിക സൗകര്യങ്ങളോടെ ഉണ്ടാക്കണമെന്ന തീരുമാനം അമ്മയെടുത്തു. വീട് പുതുക്കി പണിതു. 2023 കല്യാണം കഴിഞ്ഞു. ചില കാര്യങ്ങളിൽ ഞാൻ അളവറ്റ ഭാഗ്യവാനാണ്. വിവാഹ കാര്യത്തിലും. ഒറ്റ വചനത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇവരെക്കാൾ നല്ലൊരു പങ്കാളിയെ കിട്ടില്ല. ജീവിതപാതയിൽ എന്നെ കൃത്യം മനസ്സിലാക്കുന്ന ഒരാൾ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ വ്യക്തി അമ്മ. രണ്ടാമത്തെയാൾ ജിത. ഔദ്യോഗിക നാമം ശ്യാമിലി. പുന്നൂക്കരക്കാരി. തൃശ്ശൂരിൽ പ്രമുഖ സ്കൂൾ അധ്യാപിക. ജീവിതത്തിലെ താങ്ങും തണലുമാണ് ജിത എന്ന് പറഞ്ഞേ തീരൂ. തികഞ്ഞൊരു ഗൃഹസ്ഥാശ്രമിയാണ് ഞാൻ. എൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങി വീട്ടിലെത്തുന്ന യാത്രകളാണ് എൻ്റെ ഏത് ആത്മീയയാത്രകളും. അവിടം എനിക്ക് സമാധാനം നൽകുന്നു. കാരണം അവിടുത്തെ പ്രജാപതി എൻ്റെ സഹധർമ്മിണിയാണ്. ഇത്രയും പറഞ്ഞു വന്നത് ഞാൻ ഇങ്ങനെ പരുവപ്പെട്ടു വന്നു എന്നതാണ്. ഈ ഞാൻ ഇതൊക്കെയായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ നിർമ്മിക്കപ്പെട്ടത്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയൊക്കെയായിരിക്കും ഉരുത്തിരിഞ്ഞത്. തികച്ചും ഭൗതികർ തന്നെയാണ് നമ്മൾ. അതിനിടയിൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ ഓരോ ചൂണ്ടാണിട്ട് തരും. ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല, ഗൗനിക്കില്ല, അല്ലെങ്കിൽ അറിയുകയേയില്ല. ഞാൻ അറിഞ്ഞു. അത് എങ്ങനെ അറിഞ്ഞു എന്ന് നിങ്ങളോട് പറയുക എന്നതാണ് എൻ്റെ ദൗത്യം. അതിനായുള്ള ശ്രമങ്ങൾ ഞാൻ തുടരട്ടെ. നമ്മൾ ഓരോരുത്തർക്കും അതാത് സമയങ്ങളിൽ പ്രകൃതി ഓരോ സിഗ്നൽ തരുന്നുണ്ട്. നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. തൽഫലമായി നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ നമ്മളത് അറിയുന്നില്ല. ഉദാഹരണത്തിന്, നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ അവിടെ നമ്മുടെ മുമ്പിൽ 3-4 വട്ടം സാർ അല്ലെങ്കിൽ മേഡം ഒന്നെടുക്കൂ എന്ന് പറയുന്നു. നമ്മളതൊരു ശല്യമായി കണക്കാക്കി അവഗണിക്കുന്നു. നമ്മുടെ ബസ് വരുന്നു, നമ്മൾ പോകുന്നു. അയാൾ നമുക്ക് നീട്ടിയ ടിക്കറ്റിനായിരുന്നു പിന്നീട് ബമ്പർ അടിച്ചത്. നമുക്ക് പിറകെ അത് വാങ്ങിയ ആൾ കോടീശ്വരനായി. നമ്മൾക്കതിൽ യാതൊരു വിഷമവുമില്ല. കാരണം നമ്മളത് അറിയുന്നില്ലല്ലോ. നമ്മുടെ മുമ്പിൽ ദൈവം നീട്ടിയിരുന്ന നമ്മൾ പുച്ഛത്തിൽ അവഗണിച്ച ടിക്കറ്റിനായിരുന്നു ബമ്പർ പ്രൈസ് അടിച്ചത് എന്നത്. ഇനി അതങ്ങാൻ അറിഞ്ഞാലോ, തീർച്ചയായും നമ്മുടെ സമനില തെറ്റും. അപ്പോൾ അതാണ് കാര്യം. ഓരോ പോയിന്റിലും ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അധിപൻ നമ്മുടെ മുന്നിൽ ഓരോ സിഗ്നൽ തരുന്നുണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ, കുറഞ്ഞ പക്ഷം അറിയുന്നുണ്ടോ എന്നതിലാണ് കാര്യം. എന്തായാലും വ്യക്തമായൊരു പദ്ധതിയുടെ കൊടി പിടിച്ച് മുന്നിൽ നടക്കാൻ എന്നെ തിരഞ്ഞെടുത്തതാണെന്ന് വ്യക്തമാക്കി തന്ന സംഭവങ്ങളിലേക്ക് വരാം. പ്രായം 28. കല്യാണാലോചനകൾ തകൃതിയായി നടക്കുന്ന സമയം. ഒരു രാത്രി ഉറക്കത്തിലൊരു സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ ഞാൻ ഉറങ്ങിക്കിടക്കുന്നു. ഒരു വെളിച്ചം, പ്രഭ, അതെൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. ആ വെളിച്ചം എന്നോട് സ്പഷ്ടമായി ഒരേ ഒരു വാചകം പറയുന്നു: ഞാൻ മുരുകൻ 30 വയസ്സിന് ശേഷം നീ എൻ്റെ സംരക്ഷണയിലായിരിക്കും.